അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉളുഹിയ്യത്തിനെ കുറിച്ചുള്ള നല്ല ഒരു വിവരണം കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ആളുകൾക്ക് സംശയം വരുന്ന ചില വിഷയങ്ങൾ മാത്രം അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണ്. ഏത് മൃഗങ്ങളെയാണ് അറക്കേണ്ടത്? ആട്, മാട്, ഒട്ടകങ്ങളെയാണ് അറക്കേണ്ടത്. ഒട്ടകത്തിന് 5 വയസ്സും ആടുമാടുകൾക്ക് 2 വയസ്സും പൂർത്തിയാകണം. ആടുകൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം നമ്മുടെ നാടുകളിൽ കാണാറുള്ള കാള, പോത്ത്, മോരി, പശു തുടങ്ങിയിട്ടുള്ള വകകളാണ്. ഇനി നെയ്യാടാണെങ്കിൽ 1 വയസ്സ് മതിയാവും. ഇനി പ്രായം കൂടിയാലും കുറയാൻ പാടില്ല. 2 വയസ്സ് പൂർത്തിയായി 3ാമത്തേതിലേക്ക് കടക്കൽ കൊണ്ടാണ് അവയെ അറുക്കപ്പെടാൻ പറ്റുക. മറ്റൊരു നിബന്ധനയാണ് അറുക്കപ്പെടുന്ന മൃഗങ്ങൾക്ക് ഒരു പോരായ്മയും ഉണ്ടാവാൻ പാടില്ല. അറുക്കാൻ വേണ്ടി മല്ലിട്ട് പിടിച്ചപ്പോൾ മൃഗത്തിൻ്റെ കാല് മുറിഞ്ഞു. മറ്റുള്ള മൃഗങ്ങൾ മേഞ്ഞു നടക്കുന്നത് പോലെ ഇനി അതിന് മീയാൻ സാധിക്കില്ല. എന്നാൽ ഇനി ഈ മൃഗത്തെ കൊണ്ട് ഉദഹിയത്ത് വീടുകയില്ല എന്നതാണ് അവിടെയുള്ള മസ്അല. കാരണം പുതുതായ ഒരു പോരായ്മ അവിടെ വന്നിരിക്കുകയാണ്. ഇനി ഉദഹിയത്ത് വീടണമെങ്കിൽ വേറെ മൃഗത്തെ അറുക്കണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു മസ്അലയാണ്. ഉദഹിയത്ത് നടത്തുന്ന അവസരത്തിൽ പൂർണ്ണ ആരോഗ്യം ആ മൃഗത്തിനുണ്ടാവണം. മാംസത്തിന് കുറവ് വരുത്തുന്ന ഒരു പോരായ്മയും അവിടെ വരാൻ പാടില്ല. കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടത്, വ്യക്തമായ രോഗമുള്ളത്, നടത്തത്തിന് പ്രശ്നമുള്ളത്, ഉദാഹരണം മുടന്ത്, കൂട്ടത്തിൽ നടക്കുമ്പോൾ ഒരു പിന്നിലാവുന്ന ഒരവസ്ഥ, പ്രായം കൂടി മെലിഞ്ഞത്, പല്ല്, വാല്, കാത് എന്നിവ മുഴുവനായി മുറിഞ്ഞു പോയത്, പ്രാന്തൻ സ്വഭാവമുള്ളത്, ഇത്തരം ന്യൂനതകളൊന്നും ബലിമൃഗത്തിന് ഉണ്ടാവാൻ പാടില്ല. ഇത്ര വിഷയങ്ങളാണ് നമുക്ക് ഇവിടെ മൃഗത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. നമുക്ക് വരുന്ന മറ്റൊരു സംശയമാണ്, എത്ര വരെ ഭാഗിക്കാം? എത്ര ആളുകൾക്ക് വരെ ഒരു മൃഗത്തിൽ ഷെയർ ഓഹരിയായിട്ട് ആളുകൾക്ക് വരെ ഒരു മൃഗത്തിൽ ഓഹരി ചെയ്യാം, ആളുകൾക്ക് ഷെയർ ചെയ്യാം? ഒട്ടകം, മാട് എന്നിവയിൽ 7 ആളുകൾക്ക് വരെ ഓഹരി കൂടാവുന്നതാണ്. ആടിൽ 1-ൽ കൂടുതൽ പേര് കൂടാൻ പാടില്ല. ഇവയിൽ 7 ഓഹരിയും ഉളുഹിയ്യത്ത് തന്നെ ആകണം എന്നില്ല. 7 ആളുകൾ കൂടാമെന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ 7 ഓഹരിയും ഉളുഹിയ്യത്ത് തന്നെ ആകണമെന്നില്ല. ചിലത് ഹക്കീക്കയോ മറ്റോ ആകാവുന്നതാണ്. കുട്ടി പ്രസവിച്ചതിന് ശേഷം 7-ാം ദിവസം അറുക്കുന്ന ഹക്കീക്കത്തും കൂടി ഒരാൾ കൂടെ അറുക്കാൻ ഉദ്ദേശിച്ചാൽ അതിൽ ഒരു ഓഹരി ഹക്കീക്കയായി ഉദ്ദേശിക്കുന്നത് കൊണ്ടൊരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് ഹക്കീക്കത്തിനോ അല്ലെങ്കിൽ ഉളുഹിയ്യത്തിനോ പ്രശ്നമായി ബാധിക്കുന്നും ഇല്ല. ഒരു മൃഗത്തിൽ 7 ആളുകൾ ഓഹരി കൂടുകയാണെങ്കിൽ 7 പേർക്കുള്ള ആ മൃഗത്തെ നിർണ്ണയിക്കണം. ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് മഹലുകളിൽ നടക്കുന്നത് പോലെ ധാരാളം ആളുകൾ ഷെയർ കൂടുകയും ഓരോ 7 ആളുകൾക്കും ഓരോ മൃഗത്തെ നിർണ്ണയിക്കപ്പെടണം. ഒരു മൃഗമെടുക്കുന്നു, ഇത് ഇന്നാലിന 7 ആളുകൾക്കുള്ളതാണ് എന്ന് നിർണ്ണയിക്കണം. ഒരു സംശയം വരുന്ന ഒരു ഏരിയ, നിയ്യത്ത് എപ്പോഴാണ് കരുതേണ്ടത്? അറുക്കുന്ന സമയത്ത് നിയ്യത്ത് ഷർത്താണ്. വേറൊരാളെ അറവ് ഏൽപ്പിക്കുകയാണെങ്കിൽ ഏൽപ്പിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അയാൾ അറവ് നടത്തുമ്പോഴോ അദ്ദേഹം ഏൽപ്പിക്കുന്നയാൾ നിയ്യത്ത് വെക്കേണ്ടതാണ്. അറുക്കുന്നയാൾ സൂക്ഷിക്കേണ്ട സാമാന്യ മര്യാദകളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, കത്തി നല്ല മൂർച്ചയുണ്ടാവണം. അറുക്കപ്പെടുന്ന മൃഗത്തോട് നല്ല മമതയോടുകൂടെ പെരുമാറണം. മൃഗം കാണുന്ന രൂപത്തിൽ ആയുധങ്ങൾ മൂർച്ച കൂട്ടാൻ പാടില്ല. മൃഗം കേൾക്കുന്ന രൂപത്തിൽ അറവ് സംബന്ധിയായി സംസാരിക്കാൻ പാടില്ല. അറക്കുന്നയാളുകൾക്ക് നല്ല ആരോഗ്യമുണ്ടാവണം. കത്തിവെക്കലോടെ അറവ് സംഭവിക്കണം. വേദനയുടെ സന്ദേശം തലയിലെത്തും മുമ്പ് അവ മരണപ്പെടാനാണ്. മൃഗത്തെ ഇടതുഭാഗത്തേക്ക് ചെരിച്ചു കിടത്തണം. വലത് കാലവിച്ച് ബാക്കി 3ഉം കൂട്ടിക്കെട്ടുക. അറുക്കുമ്പോൾ ബിസ്മി ചൊല്ലുക, തക്ബീറും ശേഷം ദുആയും ചെയ്യുക തുടങ്ങിയ ചില കാര്യങ്ങളും കൂടി ഇവിടെ സാമാന്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.